പഹൽഗാം ഭീകരാക്രമണത്തിലെ ഭീകരരെ വധിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സുലൈമാൻ ഉൾപ്പെടെയുള്ള 3 പേരെയാണ് വധിച്ചത്. ഇവർ പാകിസ്ഥാൻ പൌരന്മാരാണെന്നതിന് തെളിവുണ്ട്. ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് ഭീകരർക്കെതിരായ നീക്കം സൈന്യം നടത്തിയതെന്നും അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുകയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരോപിച്ചു. माननीय अध्यक्ष जी, कल ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए। जिन्होंने बैसरण घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए। തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച തുടരുകയായിരുന്നു പാർലമെന്റിൽ. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പ്രതിപക്ഷം ഇതുവരെ ഈ ചർച്ചയിൽ ഉടനീളം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞു. ഓപ്പറേഷൻ മഹാദേവിലൂന്നി മാത്രമായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. ജൽസി, ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി ഇന്നലെയാണ് ഭീകരവാദികളെ സേനയും അതോടൊപ്പം തന്നെ കശ്മീർ പോലീസും എല്ലാം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വധിച്ചത്. ഈ വധിച്ചതിൽ 3 പേർ, അവരുടെ പേരുകൾ ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിൽ പറയുകയുണ്ടായി. ഈ 3 ആളുകളും ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആളുകളാണെന്നാണ് അമിത്ഷാ ഇപ്പോൾ സഭയെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ സഭയിൽ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരവാദികളെയാണ് ആ സേന വധിച്ചിരിക്കുന്നത്. ഈ 3 ആളുകൾക്കും ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സഹായം നൽകിയ ചില ആളുകൾ NIA-യുടെ കസ്റ്റഡിയിലായിരുന്നു. ഇവരാണ് ഈ 3 ആളുകളെയും തിരിച്ചറിഞ്ഞത് എന്നുകൂടി ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം ഈ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ അവർ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുകയും അത് ഫോറൻസിക്സ് പരിശോധനയെല്ലാം നടത്തുകയും ഇത് ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നതായിട്ട് കൂടി ആഭ്യന്തരമന്ത്രി ഇന്ന് ആ സഭയിൽ പറയുകയുണ്ടായി. ഇതോടുകൂടി 3 ഭീകരവാദികളെയാണ് ഇപ്പോൾ കേന്ദ്രസേനയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും എല്ലാം സംയുക്തമായിട്ട് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ തുടരുകയാണ്. ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഭീകരാക്രമണത്തിലെ മുഴുവൻ ഭീകരവാദികളെയും ഇല്ലാതാക്കുമെന്ന് കൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിൽ പറയുകയുണ്ടായി. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുകൊണ്ട് ചില ചോദ്യങ്ങൾ ഈ സമയത്ത് ഉയരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അഖിലേഷ് യാദവിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രി വലിയ രീതിയിൽ ശോഭിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ പാകിസ്ഥാനൊപ്പമാണോ നിൽക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ പ്രത്യേകിച്ച് പാക് ഒക്കുപൈഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇപ്പോൾ സഭക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാക് അധീന കാശ്മീരിൽ നിന്നാണ് പാക് അധീന കാശ്മീരിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. അത് പ്രതിപക്ഷം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വെറുതെ സഭയിലിരുന്ന് സംസാരിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം ചിദംബരത്തിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾക്കെല്ലാം രൂക്ഷമായിട്ടുള്ള വിമർശനം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ദിരയുടെ കാലത്തായിരുന്നു പാക് ഒക്കുപൈഡ് കാശ്മീർ നൽകിയത്. ആ പാക് ഒക്കുപൈഡ് കാശ്മീർ തിരിച്ചുപിടിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. നിലവിൽ മോദി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് നടന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. സ്ഥിതിയാകെ മാറിയിട്ടുണ്ട്. ഭീകരവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത് എന്നുകൂടി ആഭ്യന്തരമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച ലോക്സഭയിൽ നടക്കുമ്പോൾ കൗതുകകരമായ മറ്റൊരു ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. അത് ഭീകരരെ വധിച്ചെന്ന അമിത്ഷായുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന കോൺഗ്രസ് MP ശശി തരൂരിന്റെ ദൃശ്യങ്ങളായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളിലൊന്നും പങ്കെടുക്കാതെ കൂടിയായിരുന്നു തരൂരിന്റെ കൈയടി എന്ന് കൂടി അറിയുന്നു. പ്രതിഷേധങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണോ തരൂർ? എന്താണെന്ന് സഭയിൽ സംഭവിച്ചത്? ജൽസി, ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രസംഗത്തിനിടയിലാണ്, സംസ്ഥാനത്തിനിടയിലാണ് ശശി തരൂർ അത്തരം ഒരു കയ്യടി സഭയിൽ നടത്തിയത്. ഭരണപക്ഷ എംപിമാർക്കൊപ്പം ടേബിൾ അടിക്കുകയായിരുന്നു ശശി തരൂർ. നേരത്തെ തരൂരിന്റെ ചില അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. അതിനിടയിൽ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ശശി തരൂർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ചയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. നിലവിൽ ശശി തരൂർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് സ്പീക്കർ
സ്പീക്കറിന്റെ ഇടപെടൽ മൂലം ശശി തരൂരിനെ സംസാരിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ ശശി തരൂർ ഈ ഭീകരവാദികൾക്കെതിരെയുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഭരണപക്ഷ എംപിമാരോടൊപ്പം കയ്യടി ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക എംപിമാരുടെ ഭാഗത്തുനിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഭയ്ക്ക് പുറത്തിറങ്ങിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ ഉള്ളത്. ബിജെപിയിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉൾപ്പെടെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഭരണപക്ഷ എംപിമാർക്കൊപ്പം ശശി തരൂർ ഇത്തരം ഒരു കയ്യടി സഭക്കകത്ത് നടത്തിയിരിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് ലോക്സഭയിൽ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.